മോളുടെ PTA മീറ്റിങ്ങിന് ഇനി അമ്മയെ വിടണ്ട കേട്ടോ പപ്പ വന്നാൽ മതി. വൈകിട്ട് ഭക്ഷണം കഴിക്കുന്നതിനിടയിലായിരുന്നു 8ാം ക്ലാസ്സുകാരി മോളുടെ പരാതി. അതെന്താ മോളെ, അമ്മ മോളുടെ എന്തെങ്കിലും കുറ്റം മിസ്സിനോട് പറഞ്ഞോ? നീ എൻ്റെ മോളുടെ കുറ്റം പറയാനാണ് PTAക്ക് പോയത്? അടുക്കളയിൽ തിരക്കിലായിരുന്ന ഉണ്ണിമഴയോട് ഹരി വിളിച്ചു ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഹരിയേട്ടാ, രാവിലെ എണീക്കാൻ മടിയാന്ന് പറഞ്ഞു, അതിനാവും. സോറി കേട്ടോ അനുട്ടി. സാരമില്ല കേട്ടോ, പപ്പാടെ മോളുടെ PTAക്ക് ഇനി പപ്പ വന്നോളാം. അനുവിനെ ആശ്വസിപ്പിക്കാൻ അവൻ പറഞ്ഞു. പക്ഷേ അപ്പോഴും അനുവിൻ്റെ മുഖത്ത് തെളിച്ചം വന്നില്ല. അതൊന്നുമല്ല പപ്പയെ കാര്യം. എല്ലാ കുട്ടികളുടെയും അമ്മമാർക്ക് നല്ല ജോലിയുണ്ട്, ഡോക്ടറും എൻജിനീയറും ഒക്കെയാണ്. അമ്മയ്ക്ക് മാത്രം ജോലിയില്ല. അവരുടെയൊക്കെ അമ്മമാർ കാറിലും സ്കൂട്ടിയിലും ഒക്കെയാണ് വരണേ. അവരുടെ ഡ്രസ്സും ഹെയർ സ്റ്റൈലും ഒക്കെ എന്ത് ഭംഗിയാണ്. അമ്മ മാത്രം പഴഞ്ചൻ സാരി എടുത്തു ചന്ദനം തൊട്ട്. എനിക്ക് നാണക്കേട അമ്മ വരണത്. പപ്പ വന്നാൽ മതി ഇനി. അനുവിൻ്റെ മറുപടി കേട്ടപ്പോൾ ഹരി പൊട്ടിച്ചിരിച്ചു. അതാണോ കാര്യം? മോള് വിഷമിക്കണ്ട, നമ്മുടെ പഴഞ്ചൻ അമ്മയെ നമുക്ക് ഇനി എങ്ങും കൊണ്ടുപോകണ്ട കേട്ടോ. ഇത് പറഞ്ഞ് അടുക്കളയിലേക്ക് ഹരി കാതോർത്തു. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ പാത്രങ്ങളോട് പരാതി തീർക്കുന്നതാണ്. പക്ഷേ ഇന്ന് അത് ഉണ്ടായില്ല. നിശബ്ദമായിരുന്നു അടുക്കള. ജോലിക്ഷീണം കാരണം കിടന്ന ഉടനെ ഹരി ഉറങ്ങി. ഇടയ്ക്കെപ്പോയോ കണ്ണു തുറന്നപ്പോൾ അരികിൽ കിടന്നിരുന്ന ഉണ്ണിമഴയുടെ അടക്കി പിടിച്ച തേങ്ങൽ കേട്ടു. എന്താ ഉണ്ണി, എന്തിനാ നീ കരയണേ? അവളെ ചേർത്ത് പിടിച്ച് നെഞ്ചിൽ കിടത്തി അവൻ ചോദിച്ചു. ഹരിയേട്ടാൻ കേട്ടോ, ഇന്ന് അനുമോൾ പറഞ്ഞത് അവൾക്ക് എന്നെ കൂട്ടുകാരുടെ മുന്നിൽ നിർത്താൻ നാണക്കേടാണത്രേ. കരച്ചിലടക്കാൻ പാടുപെട്ട് അവൾ പറഞ്ഞു. പൊട്ടി, അവൾ കുഞ്ഞല്ലേ, അതിനാണ് നീ കരയണേ? നമ്മളെ മോഡലടി അവൾ അത് തമാശയ്ക്ക് പറഞ്ഞതാവും. ഹരി അവളെ ഒന്നുകൂടെ നെഞ്ചിൽ ചേർത്ത് കിടത്തി. ഇല്ല ഹരിയേട്ടാ, തമാശയല്ല. കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു, മോൾക്ക് എന്നോട് വല്ലാത്ത അകൽച്ച. മുൻപൊക്കെ എന്നോട് ചേർന്ന് കിടന്നേ അവൾ ഉറങ്ങിയിരുന്നുള്ളൂ. ഉറങ്ങാൻ നേരം ചെന്നില്ലെങ്കിൽ വഴക്കായിരുന്നു. ഇപ്പോൾ അവളുടെ മുറിയിൽ ഞാൻ കയറുന്നത് പോലും അവൾക്ക് ദേഷ്യം. സ്കൂളിലെല്ലാ വിശേഷം നമ്മോട് പറഞ്ഞിരുന്നതല്ല മോള്. ഇപ്പോൾ ഒക്കെ ഹരിയേട്ടനോട് അച്ചമ്മയോട് മാത്രം. പഠിക്കുമ്പോൾ ഞാൻ അടുത്തിരുന്നാൽ നീക്ക് ഒന്നും അറിയില്ല എന്നും പറഞ്ഞ് എണീപ്പിച്ചു വിടും. എന്നോട് ഒരു കാരണവും ഇല്ലാണ്ട് ദേഷ്യപ്പെടും. നീക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല കേട്ടോ ഹരിയേട്ടാ. മഴ പെയ്തൊയും പോലെ അവളുടെ കണ്ണുനീർ ഹരിയുടെ നെഞ്ഞിനെ നനയിച്ചു. ശരിയാണ്, തൻ്റെ കൺമുന്നിൽ നടന്നിട്ടും കാണാതെ പോയ കാര്യങ്ങളാണിതൊക്കെ. അനുമോൾക്ക് ഉണ്ണിമായോട് ഒരു തരം പുച്ഛഭാവമായിരുന്നു. പക്ഷേ അപ്പോഴും അവൾക്ക് താൻ ഹീറോ ആയതുകൊണ്ടാവാം താൻ അത് ശ്രദ്ധിക്കാതെ പോയത്. കരഞ്ഞു തളർന്ന് എപ്പോഴോ ഉണ്ണിമായ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ മോളുടെയും എൻ്റെയും കാര്യങ്ങൾ നോക്കി അവൾ പതിവ് തുടർന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പ്രശ്നം ഇതുപോലെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് പരിഹാരം കാണണമെന്നും അല്ലെങ്കിൽ ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഹരിക്ക് തോന്നിയത്. മനഃപൂർവ്വമാണ് ഉണ്ണിമായ ഒരു ദിവസത്തേക്ക് അവളുടെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കിയത്. അമ്മയുടെ അസാന്നിധ്യം അവളിൽ കുറ്റബോധമുണ്ടാക്കുമെന്ന് കരുതി. പക്ഷേ അമ്മയില്ലാത്തതുകൊണ്ട് കൂടുതൽ സ്വതന്ത്ര കിട്ടിയ പോലെയായിരുന്നു അനുവിൻ്റെ പെരുമാറ്റം. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ കുളിക്കാനൂട്ടി, കഴിക്കാനൂട്ടി, പഠിക്കാനൂട്ടി എന്ന് പറഞ്ഞ് സ്വൈര്യം തരില്ല. ഇന്ന് എന്തൊരു സമാധാനം എന്ന് പറഞ്ഞിരുന്ന അനുവിനെ ഹരി അരികിൽ വിളിച്ചു. അനുമോൾ ചെന്ന് അലമാരയുടെ മുകളിൽ വെച്ചിരുന്ന വലിയ പെട്ടിങ്ങെടുത്ത് അവൾ മുകളിലേക്ക് നോക്കി. ഇത് വലിയ പെട്ടിയല്ലേ, മോൾ എങ്ങനെ എടുക്കും? മോളിപ്പോൾ വലിയ കുട്ടിയായതെന്ന് മോൾ തന്നെയല്ലേ പറയാറ്, അതെടുക്ക്. ഹരി വീണ്ടും പറഞ്ഞു. അനു ഒരു വിധം അത് വലിച്ചെടുത്തു താഴെ വെച്ചു. ഹരി അവളെ കൊണ്ട് തന്നെ അത് തുറപ്പിച്ചു. പെട്ടിയിലെ പൊടി പിടിച്ചിരുന്ന ഫയൽ അനു തന്നെ തുറന്നു നോക്കി. അത് നിറയെ ഉണ്ണിമായയുടെ സർട്ടിഫിക്കറ്റുകളായിരുന്നു. MAക്ക് 1ാം റാങ്ക് നേടിയ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പൊടി പിടിച്ചിരിക്കുന്നു. ട്രോഫികളും സർട്ടിഫിക്കറ്റുകളുമെല്ലാം അവൾ അത്ഭുതത്തോടെ നോക്കി. ഇതൊക്കെ അമ്മയുടെയാ? അമ്മ ഇത്രയും മിടുക്കിയായിരുന്നോ? കൗതുകം നിറഞ്ഞ മിഴികളുമായി നിൽക്കുന്ന അനുവിനെ നോക്കി ഹരി ചിരിച്ചു. അമ്മ മിടുക്കിയായിരുന്നു, പഠിത്തത്തിലും സാഹിത്യത്തിലും കലയിലുമെല്ലാം. അമ്മ ഒന്നാമതായിരുന്നു. ഒക്കെ അമ്മ വേണ്ടാന്ന് വെച്ചത് നമുക്ക് രണ്ടാൾക്കും വേണ്ടിയാ. മോൾക്കറിയോ, പപ്പായ്ക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു, അമ്മയ്ക്ക് പപ്പായെ. പക്ഷേ അമ്മയുടെ വീട്ടിൽ ആരും സമ്മതിച്ചില്ല. വിളിച്ചിറക്കാൻ ചെന്നപ്പോൾ ആരെയും വിഷമിച്ചു വരില്ല എന്ന് പറഞ്ഞു അമ്മ. പപ്പ അന്നൊരുപാട് കരഞ്ഞു. പക്ഷേ ആരും വിഷമിക്കാതിരിക്കാൻ അമ്മ ഒരു സാരിയിൽ അമ്മയുടെ ജീവിതം തീർക്കാനായി നോക്കി.
പക്ഷേ അമ്മ രക്ഷപ്പെട്ടു. അമ്മയുടെ ഇഷ്ടം മനസ്സിലായപ്പോൾ പൂർണ്ണ സമ്മതത്തോടെ അമ്മയെ എല്ലാവരും പപ്പായ്ക്ക് തന്നത്. അവിടെ നിന്നിങ്ങോട്ട് അമ്മയുടെ ലോകം നമ്മൾ രണ്ടുപേരും മാത്രമാണ്. മോള് പറഞ്ഞില്ലേ അമ്മയ്ക്ക് നല്ല ജോലിയില്ലാന്ന്. അമ്മയെ പപ്പ വിടാഞ്ഞതാണ് ജോലിക്ക്. മോള് കളിയാക്കുന്ന ഈ പഴഞ്ചൻ രീതിയും സാരിയുമൊക്കെ പപ്പയുടെ ഇഷ്ടങ്ങളാണ്. മോൾ അമ്മയുടെ വയറ്റിലുണ്ടായപ്പോൾ മുതൽ മോളെ നെഞ്ചിലേറ്റിയതാവൾ. രാവും പകലും മോളെ പറ്റിയായിരുന്നു വിചാരം. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. അമ്മയുടെ ലോകം നമ്മൾ രണ്ടുപേരും മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇഷ്ടങ്ങളോ മോഹങ്ങളോ അവൾക്കില്ല. മോള് അത് മനസ്സിലാക്കണം കേട്ടോ. ആ അമ്മയാ മോള് നാണക്കേടാന്ന് പറഞ്ഞത്. ഇന്ന് വീട്ടിൽ അമ്മ പോയതും പാതി മനസ്സോടെയാണ്, നമ്മളെ പിരിയാൻ വയ്യാത്തോണ്ട്. മോളുടെ കാര്യം നോക്കാൻ പപ്പയെ അച്ഛമ്മയും ഉണ്ടായിട്ടും അവൾ 100 തവണ വിളിച്ചിരുന്നു. പക്ഷെ മോളോ? ഹരി ഇത്രയും പറഞ്ഞപ്പോഴേക്കും അനുമോൾ കരയാൻ തുടങ്ങിയിരുന്നു. സോറി പപ്പേ, അമ്മയോട് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, മോൾ പറഞ്ഞു പോവുക അങ്ങനെയൊക്കെ. ഹരി അവളെ ചേർത്ത് പിടിച്ചു. പപ്പയുടെ മോൾ മിടുക്കിക്കുട്ടിയല്ലേ. മോൾ മനഃപൂർവ്വം പറയണതല്ല, എനിക്ക് അറിയാം. മോളുടെ പ്രായത്തിൻ്റെയാ. പക്ഷേ ഇപ്പോൾ പപ്പ ഇത് പറഞ്ഞു തന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞു തന്നാലും മോൾക്ക് തിരുത്താൻ പറ്റില്ല. അതുകൊണ്ടാ. സാരമില്ല കേട്ടോ. ഹരി അവളുടെ കണ്ണുകൾ തുടച്ചു. പിറ്റേ ദിവസം സ്കൂൾ വിട്ടു വന്നപ്പോൾ മുതൽ അനു പഴയ പോലെ അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ച് നടക്കുന്ന അനൂട്ടിയായി. കണ്ടോ ഹരിയേട്ടാ, ഞാനൊരു ദിവസം മാറി നിന്നപ്പോൾ എൻ്റെ മോൾ എന്നോട് പഴയ ഇഷ്ടം വന്നേ. ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ മോൾ. അവളുടെ വാക്ക് കേട്ട് ഹരി പതിയെ മൂളി. ഉറങ്ങാൻ നേരം ഉണ്ണിമായെ ചേർത്ത് പിടിച്ച് അനു കിടന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ തന്നെ നോക്കി ചിരിക്കുന്ന ഉണ്ണിമായെ നോക്കി ഹരിയും പുഞ്ചിരിച്ചു. അടുത്തിഴകിയിരുന്ന കുഞ്ഞുങ്ങൾ ഒരു പ്രായത്തിൽ മാതാപിതാക്കളോട് അകലം കാട്ടിത്തുടങ്ങാറുണ്ട്. അത് തിരിച്ചറിയാനും തിരുത്താനും മാതാപിതാക്കൾക്ക് മാത്രമേ സാധിക്കൂ. പരസ്പരം അവഗണിക്കാനുള്ള അവസരങ്ങളല്ലാതെ അതിനെ മുളയിലെ നുള്ളിക്കളയാൻ ശ്രമിക്കുക. കുടുംബത്തിലെ ചെറിയ താളപ്പിഴകൾ തിരുത്താതെ പോകുമ്പോഴാണ് അത് വലിയ ദുരന്തങ്ങളായി മാറുന്നത്.